കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒന്നുറപ്പിച്ചു പറയേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെവിടെയും ജനങ്ങളോട് പറഞ്ഞത് ഐക്യത്തെ പറ്റിയാണ്. പാർട്ടിക്ക് ജന്മം നൽകിയ ആശയത്തിന്റെ ഉപജ്ഞാതാവായ മാർക്സും എംഗൽസും അന്ന് എഴുതി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങുമ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളികളെ സംഘടിക്കുവിൻ, ഒന്നിക്കുവിൻ. നഷ്ടപ്പെടാനുള്ളത് കൈകളിലെയും കാലുകളിലെയും ചങ്ങലകൾ മാത്രം, കിട്ടാനുള്ളത് ഒരു പുതിയ ലോകം. ആ പുതുലോകത്തിന്റെ വാഗ്ദാനവുമായിട്ട് വന്ന മാർക്സിസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഐക്യമാണ്, യോജിപ്പാണ്. CPIക്ക് അതറിയാം. ആ ഐക്യത്തിന്റെ ശക്തിയായി, ഐക്യത്തിന്റെ പാർട്ടിയായി, ഐക്യം തരുന്ന വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം, അതിന്റെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമെന്നും ആ മുന്നേറ്റ പാതയിൽ ഈ പാർട്ടികളെ ശക്തിയെയും അതിന്റെ വേഗതയെയും തടയുവാൻ ആർക്കും സാധിക്കില്ല എന്ന കാര്യവും പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണത്? ഇവിടെ ഇടതുപക്ഷം ശക്തിപ്പെടണം. ഇടതുപക്ഷമാണ് ഇന്ത്യയുടെ ഭാവി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഈ ഭാവിയുടെ കാവൽക്കാരെ നിൽക്കേണ്ട ഇടതുപക്ഷത്തിന്റെ ദൗർബല്യം നാടിന്റെ പൊതുവായ ദൗർബല്യമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുന്നത് ഇടതുപക്ഷമാകെ ശക്തിപ്പെടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് CPIക്ക് അതിൽ സംശയം ഏതുമില്ല. അതിന്റെ ഭാഗമായി ശക്തിപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ഉറപ്പിക്കാം നിങ്ങൾക്ക്. അതിന്റെ ഭാഗമായി LDFനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. LDFന്റെ അവിഭാജ്യമായ ഭാഗമാണ് CPI. LDFന്റെ രാഷ്ട്രീയത്തിന്റെ ശരിയായ പാർട്ടി തികഞ്ഞ ബോധമുണ്ട് CPIക്ക്. CPI LDFന്റെ രാഷ്ട്രീയത്തിന്റെ ബന്ധു മാത്രമല്ല, വഴികാട്ടിയും നേതാവുമാണെന്ന് പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. എല്ലാവരും പറയുന്നത് ഏറ്റവും മുഖ്യമായ ലക്ഷ്യം ഒരു കസേരയാണെന്ന്, അധികാര കസേര. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാര കസേര വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ പാർട്ടി. അതുകൊണ്ട് ഈ പാർട്ടിക്കറിയാം ഇന്നും നാളെയും ഇടതുപക്ഷ ഐക്യത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്ര വലുതാണെന്ന്. ആ പാടുകൾ വിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. LDFനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടുമെന്നല്ല. വിമർശിക്കേണ്ടവരെ കണ്ടാൽ വിമർശിക്കും CPI. അത് പക്ഷേ ശത്രുക്കൾക്ക് വേണ്ടിയല്ല, ശത്രുവിന് സന്തോഷമുണ്ടാക്കാനായിരിക്കില്ല. LDFനെ കൂടുതൽ തികഞ്ഞ വേറുറ്റ ഇടതുപക്ഷമാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും ശ്രമിക്കും. അങ്ങനെ ഒരു ഇടതുപക്ഷമാണ് ഇന്നത്തെ കേരളത്തിൽ ആവശ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം ഈ LDF രാഷ്ട്രീയം കേരളത്തിൻ്റെത് മാത്രമല്ല, ഇന്ത്യയിലാകെ ഫാസിസ്റ്റ് RSSന്റെ രാഷ്ട്രീയാപത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന്റെ ഭാഗമായി അന്ധകാരം പടരുമ്പോൾ ഈ കേരളത്തിലാണ് ജനങ്ങൾ വെളിച്ചത്തിന്റെ ഒരു വലിയ തുരുത്തായി നിലമാറ്റിക്കൊണ്ട് ഒരു വെളിച്ചം കൊളുത്തി വെച്ചത്. ആ വെളിച്ചമാണ് LDF. ആ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. ആ വെളിച്ചം നാടിനെ നയിക്കണമെന്ന് നിർബന്ധമുണ്ട് CPIക്ക്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കടപ്പെട്ട ഈ പക്ഷം, ഇടതുപക്ഷം, അത് ആ വഴിക്ക് തന്നെ പ്രവർത്തിക്കുന്നത് ഉറപ്പാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത CPI എപ്പോഴും കാണിക്കും. വിമർശനങ്ങളെല്ലാം അതിന്റെ ഭാഗമായിട്ടായിരിക്കും. LDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് CPI മുന്നോട്ട് വെച്ച ഓരോ വിമർശനങ്ങളും. അല്ലാതെ ദുർബലമാക്കാൻ വേണ്ടി ഒരിക്കലും CPI ശ്രമിക്കില്ല. ഞങ്ങൾക്കറിയാം ആരാണ് അപ്പുറത്തെന്ന്. അപ്പുറത്ത് എല്ലാത്തരം നീതിയെയും വെല്ലുവിളിക്കുന്ന, എല്ലാത്തരം ആപത്തിനെയും പ്രതിനിധീകരിക്കുന്ന ഫാസിസ്റ്റ് RSS ഉണ്ട്, BJP ഉണ്ട്. കേരളത്തിലെ UDF അവരുടെ കൂട്ടുകാരാണ്. ആ UDF നയിക്കുന്ന കോൺഗ്രസിന് സ്വന്തം രാഷ്ട്രീയത്തിന്റെ മർമ്മം തിരിച്ചറിയാനാകുന്നില്ല. ആ കോൺഗ്രസിന്റെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ മുഖ്യമായ പരിഗണന എന്താണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് LDFനെ, ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കാണുന്നു. അതുകൊണ്ട് അന്ധമായ ആ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പലപ്പോഴും BJPയുമായി, RSSുമായി, SDPIയുമായി, എല്ലാവരുമായും കൈകോട്ട് പിടിക്കും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ശത്രുവായി കാണാനുള്ളത് LDFനെ മാത്രമാണ്. അത് വലിയ ആപത്താണ്.
ഇന്നലെയും ഇന്നും നാളെയും ആ ആപത്തിനെ പറ്റി തികഞ്ഞ ബോധ്യം CPIക്കുണ്ട്.